മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയൽ നടി സൗപർണിക. സൗപർണികയുടെ സഹോദരി തുല്യയായ ഒരു പെൺകുട്ടിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത്. നിന്നെ കാണാതായിട്ട് നീ ഇല്ലാത്ത രണ്ടാമത്തെ വർഷമാണ് വാവേ. നീ ഇല്ല എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. നിന്റെ ഗാനങ്ങളും നിന്റെ നൃത്തങ്ങളിലുമാണ് ഞങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ഒരിക്കലും നിന്നെക്കുറിച്ച് മറക്കാൻ സാധിക്കില്ല. ഇതാണ് ഇപ്പോൾ പറഞ്ഞെത്തിയിരിക്കുന്നത്. നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നു. ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്ന നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായ സാൻഡ്ര അന്ന് മരിച്ചത് വലിയ വാർത്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തന്നെയെന്ന് കാണാൻ സാധിക്കുമായിരുന്നു. നേരത്തെ പരിശോധിച്ച് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പലരും അന്നു മുതലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിൽ വലിയ പ്രക്ഷോഭത്തിന് മാത്രം കാരണമായ ഒരു മരണമായിരുന്നു സാൻഡ്രയുടേത്. സാൻഡ്ര സലീം മരിക്കുന്ന സമയം 25 വയസ്സായിരുന്നു. ഇപ്പോൾ സാൻഡ്ര ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 27 വയസ്സായ ഒരു നല്ല പെൺകുട്ടിയായി, നർത്തകിയായി, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങി മുന്നേറുമായിരുന്നേനെ. അന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ സാൻഡ്രയുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു. സാൻഡ്രയുടെ മരണം അന്ന് എല്ലാവരും തകർത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്തെങ്കിലും ബയോപ്സിക്ക് അയച്ചെങ്കിലും ബയോപ്സി റിസൾട്ട് വരാൻ വൈകിയത് തന്നെയായിരുന്നു യഥാർത്ഥ കാരണമെന്ന് പറയാം.